ഹലോ ഗൈസ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയിട്ട് പോസിറ്റീവ് ഊർജ്ജം നമ്മളിലോട്ട് എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പോസിറ്റീവ് ഊർജ്ജം നമുക്ക് എങ്ങനെ സ്വീകരിക്കാം എന്നതിനെ പറ്റിയാണ്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ദയവായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് മാക്സിമം ആ റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങളതിൻ്റെ ലിങ്ക് തേടി പോകണ്ട, ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അതിന് തേടി നിങ്ങൾ സമയം കളയണ്ട. സോ ആ ലിങ്ക് കയറി ആ വീഡിയോ കണ്ടതിന് ശേഷം, മുഴുവൻ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലോട്ട് വരിക. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു സംഭവം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അമ്പല ദർശനത്തിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു റീല് പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ന്യൂ ജനറേഷൻ, എസ്പെഷ്യലി ജെൻസി പിള്ളേർ വന്ന് ചോദിച്ചിരുന്നു. അതായത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ പറഞ്ഞിട്ടില്ല, പറഞ്ഞു തന്നാൽ വളരെയധികം ഉപകാരപ്പെടും എന്ന് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ കേട്ടിരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആളുകളുണ്ടല്ലോ, എസ്പെഷ്യലി യങ് ജനറേഷൻസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്പിരിച്വൽ പാതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ കുറേ ഗുരുക്കന്മാരുണ്ട്, കുറേ സ്പിരിച്വൽ പാതിൽ നിൽക്കുന്നവരുണ്ട്. ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ലൈഫിലും കുറേ മാറ്റങ്ങൾ വന്നു. ആ പറയുന്ന മാറ്റങ്ങൾ നിങ്ങളിലോട്ടും വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണ് അമ്പലം എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകേണ്ടി വരും. അമ്പലം എന്ന് പറയുന്നത് ദേവൻ്റെയോ ദേവിയുടെയോ വാസസ്ഥലം തന്നെയാണ് ശരിക്കും അമ്പലം. അവിടെയാണ് അവർ താമസിക്കുന്നത്. ഈ പറയുന്ന മൂർത്തിയുടെ വാസസ്ഥലമാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിൽ നമ്മൾ കുറച്ച് നിഷ്ഠകൾ അല്ലെങ്കിൽ വിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാരണം തന്ത്രവിദ്യയാൽ നിർമ്മിതമായ ഒരു സ്ഥലമാണ് അമ്പലം. അതൊരു ഊർജ്ജ കേന്ദ്രം കൂടിയാണ്. അവിടെ നിന്നാണ് നമ്മൾ ആ പോസിറ്റീവ് ഊർജ്ജം സ്വീകരിക്കേണ്ടത്. ഒരിക്കലും നെഗറ്റീവ് ഊർജ്ജം കൊണ്ടുപോയി ഡംപ് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല അമ്പലം. അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ പോസിറ്റീവ് ഊർജ്ജം സ്വീകരിക്കുക. എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ പറഞ്ഞുതരാം. നിയമത്തിൻ്റെ കണ്ണിൽ ദേവനോ ദേവിയോ എന്ന് പറയുന്നത് ഒരു പെർപെച്വൽ മൈനറാണ്. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ ദേവസ്വം എന്നൊക്കെ വിളിക്കുന്നത്. സോ ദേവൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ദേവജ്ഞന്മാർ ദേവപ്രശ്നത്തിലൂടെ കണ്ടെത്തി ദേവൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലരുണ്ട്, അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ട് ഊരില്ല, മുണ്ട് മടക്കി കുത്തും, ഈ പറഞ്ഞ പോലെ ബലിക്കല്ലിൻ്റെ ഉള്ളിലേക്ക് കൂടി നടന്നു പോകും, ബലിക്കല്ലിൻ്റെ മുകളിൽ കൂടി ചാടിക്കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്യാനൊക്കെയാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിൽ ഒരിക്കലും പോകരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം തന്ത്രവിദ്യയാൽ നിർമ്മിതമായ സ്ഥലമാണ്. തന്ത്രം പിഴച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നിയമങ്ങളൊന്നും, അമ്പലത്തിൻ്റേതായ നിയമങ്ങളൊന്നും പാലിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ പോവാണ്ടിരിക്കുക. നിയമങ്ങൾ എന്ന് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെരുപ്പിട്ടുകാരൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു തുളസിത്തറയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറിനകത്തോ നിങ്ങളുടെ അതിഥി കയറി തുപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അതേപോലെയാണ് ദൈവത്തിൻ്റെ വീട്ടിൽ കയറി, ദൈവത്തിൻ്റെ സ്ഥലത്ത് കയറി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനും ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ അമ്പലത്തിൽ പോയിട്ട് പാലിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഹിന്ദുയിസത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നല്ലേ. അതായത് പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരു ഫോളോയിങ് ഇതാണ് നമ്മുടെ ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മതമല്ല ഹിന്ദുയിസം, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹിന്ദു എന്ന് പറയുന്നത് മതമല്ല, ഓക്കെ. അതൊരു ക്രമമാണ്. നമ്മൾ പാലിക്കേണ്ട കുറച്ച് ക്രമങ്ങൾ മാത്രമാണ് ഹിന്ദുയിസം. അപ്പോൾ സാൻസ്ക്രിറ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് സർവം കൽപ്പിതം ബ്രഹ്മ എന്നാണ്. അതായത് ബ്രഹ്മത്തിൽ മുഴുവൻ ദൈവം ഇരിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ്, ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുള്ളൂ, കാരണം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കണ്ടു പോകുന്നതെന്ന് ആയിരിക്കുള്ളൂ. പക്ഷേ അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ദിവസം അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം തന്നെ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക. ഒരിക്കലും അത് മാറ്റിവെക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ദൈവം അത് മാനത്ത് കണ്ടിട്ടുണ്ടാവും. എല്ലാം അറിയുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്ന ആൾ എന്ന് നിങ്ങൾ വിചാരിച്ചു കൂട്ടിയാൽ മതി. ഓക്കെ, സോ ദൈവത്തിന് എന്തെങ്കിലും നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പോകാൻ പ്രാർത്ഥിക്കാൻ പോലും ചെയ്തിട്ടുണ്ടെങ്കിലോ അത് നമ്മളെ നടത്തിക്കൊള്ളണം. ഈ പറയുന്ന പോലെ ചിലവരുണ്ട്, എന്തെങ്കിലും കിട്ടിക്കഴിയും അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞവരെ ഇങ്ങനെ പ്രാർത്ഥിക്കും, അതിനിട്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മറന്നു പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നേർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാൻ നോക്കുക. സോ അതേപോലെ തന്നെയാണ് ഈ കേസിൽ. അമ്പലത്തിൽ പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ പോയി അമ്പലത്തിൽ പോയി തൊഴുതുകൊള്ളുക. ഒരിക്കലും അത് പിന്നത്തേക്ക് മാറ്റിവെക്കാണ്ടിരിക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ശുദ്ധിയോടെ പോകാൻ നോക്കുക. മനഃശുദ്ധിയോടൊപ്പം തന്നെ ശരീരശുദ്ധിയും കൊണ്ടുവരാൻ നോക്കുക പരമാവധി. അതോടൊപ്പം തന്നെ പോകുമ്പോൾ ഒരിക്കലും ഇട്ട ഡ്രസ്സുകൾ ഇട്ടിട്ട് പോകാണ്ടിരിക്കുക. അതായത് എന്നും പറഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അതായത് ഒരു ദിവസം വെച്ച ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ അമ്പലത്തിൽ പോകരുത്. പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. കാരണം പുതിയൊരു ഊർജ്ജം നമ്മൾ സ്വീകരിക്കാനാണ് പോകുന്നത്. അപ്പോൾ പഴയ ഊർജ്ജം, അതിനകത്തുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും അമ്പലത്തിലോട്ട് കൊണ്ടുപോകാണ്ടിരിക്കാൻ നോക്കുക. സോ പോസിറ്റീവ് ഊർജ്ജത്തിന് പോകുന്ന സമയത്തോട്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പോവുക പരമാവധി. ഓക്കെ, അതായത് നമ്മൾ ഉണക്കിയ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ നോക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒട്ടുമിക്ക അമ്പലങ്ങളുടെ മുന്നിലും പൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ സൈഡിലോട്ട് എവിടെയെങ്കിലൊക്കെ പൈപ്പുകളുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ കയറുന്നതിന് തൊട്ട് മുന്നേ കൈയും കാലും മുഖവും നല്ലോണം കഴുകുക. എന്നിട്ട് നമ്മുടെ വായും ഒപ്പം അതോടൊപ്പം തന്നെ കഴുകുക. കാരണം നമ്മൾ മന്ത്രജപം ചെയ്യാൻ പോവുകയാണ്. മന്ത്രപ്രക്ഷാളനം ചെയ്യണതിന് മുന്നേ നമ്മൾ എച്ചിൽ വായ കഴുകി കളഞ്ഞോണം എന്നാണ് പറയുന്നത്. പലരും ചിലപ്പോൾ ലോങ് ആയിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂർ. ഇപ്പോൾ പോണ വഴിക്ക് ചിലപ്പോൾ നമ്മളൊന്ന് ചായ കുടിക്കണമെന്നുണ്ടാവും. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലോട്ടായിരിക്കുള്ളൂ കയറി പോകുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കൈയും കാലും കഴുകി മന്ത്രം ഉച്ചാടനം ചെയ്യണതിന് മുന്നേ അല്ലെങ്കിൽ മന്ത്രപ്രക്ഷാളനം ചെയ്യണതിന് മുന്നേ എപ്പോഴും നമ്മുടെ വായകൾ അല്ലെങ്കിൽ എച്ചിൽ വായ നമ്മൾ ശുദ്ധീകരിക്കാൻ നോക്കുക. ശുദ്ധീകരിച്ചിട്ട് വേണം തന്നെ മന്ത്രജപം ചെയ്യാൻ വേണ്ടി. ഇനി എച്ചിൽ വായയോടെ ചെല്ലേണ്ട മന്ത്രങ്ങളുണ്ട്, പക്ഷേ അത് അമ്പലങ്ങളിലല്ല, മച്ചിലേക്ക് രീതിക്കുന്ന തന്ത്രവിധാനത്തിലും ചിലപ്പോൾ നമുക്ക് എച്ചിൽ വായയോടെ തന്നെ ചൊല്ലേണ്ടതുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുകയും വേണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്പലത്തിൽ നമ്മളൊരു മൂകമായ അല്ലെങ്കിൽ ഒരു മരിച്ച വീട്ടിൽ പോയൊരു പ്രസൻസ് നമ്മൾ ഉണ്ടാക്കരുത് ഒരിക്കലും. കാരണം അമ്പലം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രശാന്തിയുടെ മന്ദിരമാണ്. നമ്മളവിടെ പോയിട്ട് അശാന്തി സൃഷ്ടിക്കരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ. സോ നമ്മളെപ്പോഴും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട വിധാനം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ ഭാവിയിൽ നടക്കാനുള്ള സംഭവം നമുക്കത് ഈ ഒരു സമയത്ത് കിട്ടിയതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു നന്ദി പ്രകാശനത്തിന് പോയി പ്രാർത്ഥിച്ച് നോക്കൂ. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാനാണ്, നിങ്ങൾക്കൊരു ജോലി വേണം എന്നും പറഞ്ഞ് നിങ്ങളവിടെ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കരുത് അമ്പലത്തിൽ പോയിട്ട്. അതിന് പകരം ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അതായത് ഭഗവാനെ എനിക്ക് ആ ജോലി തന്നതിന്, അത് സ്പെസിഫിക്കായിട്ട് പറയണം, സ്പെസിഫിക്കായിട്ടുള്ള. കാരണം ഞാൻ പറഞ്ഞിരുന്നു, പ്രാർത്ഥനകൾ പോലും മാനിഫെസ്റ്റേഷൻസാണ്. നല്ലോണം സ്പെസിഫിക് ആവണം. എത്രത്തോളം സ്പെസിഫിക് ആവാൻ പറ്റുമോ അത്രത്തോളം സ്പെസിഫിക് ആവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ജോലി, അതായത് എനിക്ക് ഈ പറയുന്ന ഒരു നല്ലൊരു കമ്പനിയിൽ, ആ ഒരു എക്സാമ്പിൾ, ആ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുക, എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ എഞ്ചിനീയർ പോസ്റ്റ് കിട്ടിയതിൽ വളരെയധികം നന്ദിയുണ്ട് ദൈവമേ, അങ്ങയുടെ സർവ്വ ഐശ്വര്യത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. നന്ദി പറയാൻ പോവേണ്ട ഒരു സ്ഥലമാക്കി നിങ്ങൾ അമ്പലം ഇനി തുടങ്ങി മാറ്റുക. എങ്കിൽ നിങ്ങളിലോട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്രയും പെട്ടെന്ന് വരും എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലെ ദേവൻ ശിവനാണെങ്കിൽ
ശിവനെ പ്രാർത്ഥിക്കാണ്ട് ചിലർ അവരുടെ ഇഷ്ടദേവനുണ്ടാവും. സപ്പോസ് ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യദേവതാ ജനദോഷം വരും. അന്യദേവതാ ജനദോഷം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇരിക്കുന്ന ദേവനായാലും ദേവിയായാലും ആ ദേവന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മൂലമന്ത്രമുണ്ട്. ആ മൂലമന്ത്രം അവിടുത്തെ തന്ത്രി അവിടുത്തെ ശാന്തിക്ക് ചുവടിൽ, അതായത് നമ്മുടെ ശ്രീകോവിലിനുള്ളിൽ വെച്ചിട്ട് ആരും അറിയാണ്ട് നമുക്ക് അവർ മാത്രം അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ചുവടിൽ മന്ത്രം ഓതി കൊടുക്കും. ഇതാണ് അവിടുത്തെ മൂലമന്ത്രം. അവിടെ ഇരിക്കുന്ന മൂർത്തിക്ക് അല്ലെങ്കിൽ ദേവനോ ദേവിക്കോ സ്പെസിഫിക് ആയിട്ടുള്ള വേറൊരു മന്ത്രം കൂടിയുണ്ട്. ആ മന്ത്രം ഒട്ടുമിക്ക അമ്പലങ്ങളുടെ ഫ്രണ്ടിലും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലാൻ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ ദേവൻ്റെ നാമസങ്കീർത്തനങ്ങളോ കീർത്തനങ്ങളോ ജപങ്ങളോ വേണം നമ്മൾ നടത്താൻ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗവതം വായിക്കുക, ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഹരേ കൃഷ്ണ പാടുക, ഇതൊക്കെയാണ് ട്രെൻഡ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യദേവതാ ജനദോഷം വരും. നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടില്ലേ, ദേവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ വേറൊരു ദേവനോ ദേവിയുടെ സാന്നിധ്യം വരും. ഈ പറയണ പോലെ അന്യദേവതാ ജനദോഷമാണ്. ചിലതൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും, ചിലതൊക്കെ എടുത്ത് മാറ്റാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മളവിടെ പ്രതിഷ്ഠിക്കേണ്ടി വരും. സോ ഒരിക്കലും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ അവിടെ ആരാണോ ചെല്ലുന്നത്, അതായത് നമ്മളിപ്പോൾ ചെല്ലുന്ന ഒരാളുടെ വാസസ്ഥലത്തോട്ടാണ്, ആ വാസസ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അയാളെ പ്രതികീർത്തിച്ച് അല്ലെങ്കിൽ അയാളുടെ നാമസങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി വേറൊരു കാര്യം കൂടി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും, ഞാൻ മുന്നേ പറഞ്ഞ പോലെ, ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ ഒരു മൂകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടുള്ള രീതിയിൽ നിന്നും പ്രാർത്ഥിക്കരുതെന്ന് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ പൂജ ചെയ്യുന്ന ആളുടെ പേരെന്താണ്? ശാന്തി എന്നല്ലേ? അതായത് കാമായിട്ടുള്ള അതായത് ശാന്തസ്വരൂപനായിട്ടുള്ള ഒരാളാണ് ശാന്തി. അപ്പോൾ നമ്മളും ഒരു ശാന്തസ്വരൂപനായിട്ടുള്ള ഒരാളാവണം. എങ്കിൽ മാത്രമേ നമ്മളിലോട്ട് അവിടെ നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരിക്കലും അമ്പലത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ നോക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ ഉപേക്ഷിക്കുക, അല്ലെ നടതള്ളരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്. നമ്മളവിടെ പോയിട്ട് ഫ്യൂച്ചറിൽ നടക്കാനുള്ളൊരു കാര്യത്തിനെ പറ്റി പ്രസൻറ്റിൽ അത് കിട്ടിയതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിൽ, നന്ദിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കും. നിങ്ങളുടെ ലൈഫിലും നല്ല മാറ്റങ്ങളുണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിലും ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അമ്പലദർശനം ചെയ്യുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിലേക്കൂടെ എപ്പോഴും കടക്കാൻ നോക്കുക. കാരണം പ്രധാന ഗോപുരത്തിൻ്റെ അടുത്താണ് എപ്പോഴും നമ്മുടെ ഈ പറയുന്ന ബലിപ്പുര ഇരിക്കുന്നത്. ബലിപ്പുരയുടെ സിഗ്നിഫിക്കൻസ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ആ മാക്സിമം പോസിറ്റീവ് എനർജീസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയാക്കിയ നമ്മുടെ പ്രാർത്ഥനകൾ എത്രയും വേണ്ടി വലിക്കുകയും ചെയ്യും എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.